വീടുകളിൽ എല്ലാവരും പോയി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണമേ. ദൈവത്തെ 100 വട്ടം സ്തുതിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിൽക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട നമ്മുടെ നായകൻ രാഹുല്, കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മളെ ഈ ഇത്രയും ദൂരം ശ്രദ്ധയോടെ കൊണ്ടുപോകുന്ന രാഹുലല്ലേ. അപ്പം പ്രത്യേകിച്ച് ഈ വണ്ടിയെ കയറിയപ്പോൾ അപശബ്ദങ്ങളൊന്നുമില്ല, വളരെ ശാന്തമായി വണ്ടി ഓടിക്കുന്നു. AC ഇട്ടിട്ടില്ല പോലും തണുപ്പുണ്ട്. അപ്പോഴേ യാത്രയൊക്കെ നല്ല യാത്രയായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി അസൗകര്യം ഉണ്ടായി ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ടും നിങ്ങളെല്ലാവരും വളരെ ഒരുമയോടെ പോകുന്നുണ്ട്. സന്തോഷത്തിലും പ്രയാസത്തിലും ഭീതിയിലും പാറയിടുക്കിലും, അതായത് പാറക്കടയിൽ നിന്ന് എങ്ങനെ നിങ്ങളുടെ മേരി ചേച്ചിയെ വലിച്ചെടുത്തെന്ന് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. മേരി ചേച്ചിയൊക്കെ വലിച്ചൂരിയെടുത്ത് ചേച്ചി അതെല്ലാം സഹിക്കാം. അതിനകത്ത് കയറിയ ഞാന് ഒരു വിധത്തിൽ ഇറങ്ങി, അത് കഴിഞ്ഞ് മേരി ചേച്ചി ഇറങ്ങി, ചിത്രയാണെങ്കിൽ എങ്ങനെയോ വലിഞ്ഞിറങ്ങി. അത് കഴിഞ്ഞ് ചിത്രയുടെ മോള് പറയാ നല്ല ഗെയിമായിരുന്നു. കഷ്ടപ്പെട്ട മേരി ചേച്ചിയോ ഞാനോ അനിതാ ചേച്ചിയോ ചിത്രയോ പറഞ്ഞില്ല നല്ല ഗെയിമാണ്. ചിത്രയുടെ മോള് പറഞ്ഞു നല്ല ഗെയിമാണ്. അപ്പൊ അത്രയ്ക്ക് അവിടെ എൻജോയ് ചെയ്തു. നല്ല പ്രോഗ്രാമായിരുന്നു. നമുക്ക് അതിലിന്റെ ഡ്രൈവിങ് ഒരു മനോഹര ഡ്രൈവിംഗ് ആയിരുന്നു. നമ്മളെ കൊണ്ട് വണ്ടിയെ പോയപ്പോൾ ഒരു അതിശയമുള്ള അനുഭവമായിരുന്നു എനിക്ക്. കാരണം ഞാൻ ആ വണ്ടിയെക്കുറിച്ച്, ഞാൻ വർഷങ്ങൾ വണ്ടി സർവീസ് നടത്തിയ ഒരാളായതുകൊണ്ട് ആ വണ്ടിയുടെ കണ്ടീഷനും അതിന്റെ കൃത്യമായ ആ ദുർഘടമായ വീതിയോടുള്ള യാത്രയൊക്കെ ഒരു അനുഭവമായിരുന്നു. ഇനിയും നമുക്ക് രാത്രിയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. എല്ലാവരും സമാധാനത്തോടെ ഭവനങ്ങളിൽ എത്തണം. നല്ലൊരു യാത്രയായിരുന്നു. നിങ്ങളുടെ ഒരുമയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാനും ഒരു സംഘടനയുമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഗാന്ധി ദർശൻ വേദിയുടെ ആലപ്പുഴ ജില്ലയുടെ ചെയർമാനാണ്. അതുപോലെ ഇന്ത്യൻ കോപ്പറേറ്റീവ് എന്ന ക്രെഡിറ്റ് സൊസൈറ്റിയിലും LIC ഓഫ് ഇന്ത്യയിലും ജോലി ചെയ്യുന്നു. അവിടെയൊക്കെ വനിതകൾക്ക് ഒരുപാട് അവസരമുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും ജോലി ചെയ്യാൻ, കഷ്ടപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതായത് രാവിലെ 9 മണിക്ക് പോയി വൈകിട്ട് 8 മണി വരെ ജോലി ചെയ്യാതെ 1-2 മണിക്കൂർ ജോലി ചെയ്ത് നല്ല വേതനം ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അവസരമുണ്ട്. ജോലി ചെയ്ത് ജീവിച്ച് സ്വന്തമായി പോക്കറ്റ് പൈസ വരുമ്പോൾ ഒരു സുഖമുണ്ട്. ഇതുപോലെ ടൂറുകളൊക്കെ പോകുമ്പോൾ വാരി വലിച്ച് പൈസ ചെലവാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ യാത്ര നല്ല അനുഭവമായിരുന്നു. നിങ്ങൾ ഇത്രയും വനിതകളിലൂടെ വന്ന് നിങ്ങളുടെ സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. അതിന് അനിതയ്ക്ക് കൊടുക്കുന്ന സ്നേഹമായിട്ട് ഞാനതിനെ കരുതുന്നു. എല്ലാവരോടും നന്ദി അർപ്പിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് പോയാൽ 2 വരി മൂളാറുള്ളത്. ആദ്യമായിട്ടാണ്. മറ്റേ പള്ളിയിലെങ്ങാനും പോയി വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പാടുന്നല്ലാതെ ഇന്ന് വരെ ഒരു മൂളിപ്പാട്ട് പോലും ഞാൻ കുളിമുറിക്ക് പുറത്ത് പാടിയിട്ടുണ്ട്. എന്റെ കുളിമുറിക്ക് പുറത്ത് നിങ്ങളോട് വന്ന് ഞാൻ പോലും അറിഞ്ഞില്ല 2 വരി പാടി. അതിനുള്ള ആ സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് അറിയാതെ പാടിപ്പോയതാണ്, അല്ല പാടിയതാണ്. അപ്പം എല്ലാം നല്ലതായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നല്ല ഭക്ഷണം കഴിച്ച് നല്ല യാത്ര ചെയ്ത് എല്ലാവരും ഭവനങ്ങളിലെത്തി സന്തോഷത്തോടെ നിശ പഠിച്ചെന്ന് അറിയിക്കുന്നവരായ ദൈവത്തിന് ഒരുപാട് നന്ദി കരയറ്റാം. ബാക്കി പ്രത്യേകിച്ച് രാഹുലിന് പ്രത്യേക നന്ദിയുണ്ട്. ശാന്തമായ ഡ്രൈവിങ് നമ്മളെ എത്തിക്കുകയും, കാരണം ഞാൻ ഒരു 5-6 ബസ് സർവീസ് നടത്തിയ ആളാണ്. ഒരു 10-36 ഡ്രൈവർമാർ എന്നോട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ അറിയാം അവരുടെ രീതി എങ്ങനെ ഉണ്ടെന്ന്. അപ്പം അതുകൊണ്ട് എല്ലാം നല്ലതായിരുന്നു. നിങ്ങൾ ഇനിയും പ്രോഗ്രാം ഭംഗിയായി നടത്താൻ നിങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനം വരുന്ന ഇലക്ഷൻ വരികയാണ്. നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാവാൻ പറ്റുന്നവരുണ്ടാകും, സഹായിക്കാൻ പറ്റുന്നവരുണ്ടാകും. നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ ഭംഗിയോടെ നിറവേറ്റാൻ നിങ്ങളൊക്കെ ദൈവം തമ്മിൽ ശക്തരാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനത്തെ 30, 60, 100 മേനിയായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും ആശംസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ അമ്മേ, എല്ലാവരും കേട്ടാണ്
അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. കൈകായുള്ള കലകാരിയല്ല ഞാൻ, കേവലം ഒരു കൊച്ചു മേരിക്കുട്ടി മാത്രം. അടിപൊളി അടിപൊളി. ഒരു മിനിറ്റ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്നെ സഹിക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയത്തില്ല. എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ. എന്നാലും പോട്ടെ. കുഞ്ഞുമക്കൾ മുതൽ പ്രായമുള്ള ചേച്ചി വരെ നമ്മളോടൊപ്പം. 70 വയസ്സായില്ലേ? 70 വയസ്സായോ? ചേച്ചിക്ക് എത്ര വയസ്സായി? അല്ല, ഞാൻ ആ പ്രായത്തെ ബഹുമാനിക്കാൻ വേണ്ടിയാ ചോദിച്ചത്. അപ്പൊ ഇത്രത്തോളം എൻജോയ് ചെയ്ത് ഇത്ര മനോഹരമാക്കി നമ്മുടെ ഈ ടൂറിനെ ഓരോ വ്യക്തികളും അവരവരുടെ പാർട്ടിസിപ്പേഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു വഴക്കോ ബഹളോ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ അങ്ങനെ പറ്റിയില്ല, എനിക്കിവിടെ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ സമ്മതിക്കത്തില്ല, ഇങ്ങനെയൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അപ്പം എല്ലാവരും നല്ലതായിട്ട് സഹകരിച്ചു. എല്ലാവർക്കും സന്തോഷം അല്ലേ? എല്ലാവർക്കും സന്തോഷം. ഞാൻ എൻ്റെ വീട് അറിയാവോ ആർക്കെങ്കിലും? ഞാൻ കല്ലുമല മാവേലിക്കര ആണ്. പിന്നെ എനിക്കും 2 മക്കളുണ്ട്, ഒരു ഭർത്താവും ഉണ്ട് കേട്ടോ. നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും ഒരേ ഒരു ഭർത്താവേ ഉള്ളൂ. അപ്പൊ സന്തോഷം. എല്ലാവരും പറഞ്ഞതുപോലെ ഡ്രൈവർ സാറിന് താങ്ക്സ് പറയാണ്. നല്ലതായിട്ട് നമ്മളെ കൊണ്ടുപോയി. അതുപോലെ എനിക്കിവിടെ ഇങ്ങനെ ഇത്ര നേരം ഒന്നും നിൽക്കാൻ പറ്റത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് കയറുന്നോണ്ട് പറഞ്ഞില്ലല്ലോ. അത് നല്ലൊരു കാര്യം. അതുപോലെ എല്ലാവർക്കും നന്ദി നന്ദിയോ നന്ദി ദൈവമേ, നിത്യവും നന്ദി ദൈവമേ. അങ്ങ് തന്ന ദാനത്തിന് നന്ദിയേകിടാം, അങ്ങ് തന്ന സ്നേഹത്തിന് നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ലേഖ ചേച്ചിക്ക് ഒന്നുകൂടെ പറയാനുണ്ട്. നന്ദി കൂടെ രേഖപ്പെടുത്തിട്ട് ഇനിയില്ല ഒന്നോ എന്തുവാ കലാപരിപാടികളാണ്. അതിനു മുമ്പ് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഒത്തിരി ഒന്നും യാത്ര ചെയ്തിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ടൂർ പോയിട്ടുണ്ട്. പക്ഷേ ഈ ട്രക്കിങ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതൊരിക്കലും മറക്കത്തില്ല. ടൂറിന് പോകുന്നതിന് മുമ്പ് ഞാൻ നിഷയോടും മേരി ജോണിനോടും ഒക്കെ പറഞ്ഞു, ഭയങ്കര സാഹസികതയാ, എനിക്ക് പോകാൻ പറ്റത്തില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോഴേ നിഷ പറഞ്ഞു താഴെ നിന്നോ, വരണ്ട എന്ന് പറഞ്ഞു. താഴെ വന്നേ സമ്മാനമുള്ളത് ഉദ്ദേശിച്ചത്. ചേച്ചി കൂറ്റകത്ത് കേട്ടിട്ടായിരുന്നു. പാറ മാറ്റേണ്ടി വന്നേനെ. പിന്നെ അവരൊക്കെ അപ്പുറത്തോടെ വിളിച്ചോണ്ട് പോയേ. പറഞ്ഞില്ല, നിഷയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഒറ്റക്കാലയിലൊക്കെ ആയിരിക്കും ഈ വണ്ടി ജീപ്പ് കൊണ്ടുവരുന്നത്. ഒറ്റക്കാലയിലൊക്കെ ജീപ്പ് കൊണ്ടുവരുന്നത്. നമുക്ക് ഒറ്റ ടയർ
പക്ഷെ നമുക്ക് നല്ലൊരു ഡ്രൈവറെ അവിടെയും കിട്ടി. അവിടെ നല്ലൊരു ഡ്രൈവറെ കിട്ടി. അത് നമ്മളെ നല്ല യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മളെ യഥാസ്ഥാനങ്ങളിൽ എത്തിച്ചു. അതുപോലെ തന്നെ നമ്മുടെ രാഹുലും നല്ലതായിട്ട് വണ്ടി ഓടിച്ച് വണ്ടി ഓടിക്കുന്നത് പോലും അറിയാൻ പറ്റുന്നില്ല. വണ്ടി അനുകൂലതേ ഇല്ല സമയം കഴിഞ്ഞു അതുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നില്ല. കലാപരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം തന്ന അതിലേക്ക് തന്നെ അങ്ങനെ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇനി നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പേരുകളോട് ചേർത്ത് നമുക്കൊരു നാരായണം പാടിയാലോ? പാടാല്ലേ? ഓക്കെ, 1, 2, 3 സ്റ്റാർട്ട്. നാരായണം ഭജ നാരായണം, നാരായണം ഭജ നാരായണം, ഡ്രൈവർ സാറിനും നാരായണം, പിന്നെ അടുത്തുള്ള സജിക്കും നാരായണം. നാരായണം ഭജ നാരായണം, നാരായണം ഭജ നാരായണം. റീൽസ് നടത്തുന്ന പിന്നെ കൂട്ടാളിയായ സൂര്യയ്ക്കും നാരായണം ഭജ നാരായണം, നാരായണം ഭജ നാരായണം. ആൻസി കുട്ടിക്കും നാരായണം. സെൽഫി എടുക്കുന്ന ആൻസിക്കെന്ന് പറയണേ. സെൽഫി കുട്ടിക്കും നാരായണം, പിന്നെ ആൻസിയുടെ ഫോട്ടോയ്ക്കും നാരായണം. നാരായണം ഭജ നാരായണം, നാരായണം ഭജ നാരായണം. ഹിന്ദി പാട്ടു പാടും കനകമ്മ ചേച്ചിക്കു നാരായണം. ലാലിയമ്മയ്ക്കും നാരായണം, പിന്നെ അമ്മമ്മയുടെ പ്രാർത്ഥനയ്ക്കും നാരായണം. നാരായണം ഭജ നാരായണം, നാരായണം ഭജ നാരായണം. കനകമ്മ അമ്മാളിനും നാരായണം, പിന്നെ അമ്മാളുടെ ചിരിക്കും നാരായണം. നാരായണം ഭജ നാരായണം, നാരായണം ഭജ നാരായണം. മിണ്ടാത്ത സൂര്യയ്ക്കും നാരായണം, പിന്നെ സൂര്യയുടെ പുഞ്ചിരിക്കും നാരായണം. നാരായണം ഭജ നാരായണം, നാരായണം ഭജ നാരായണം. ജയകുമാരിക്കും നാരായണം, പിന്നെ ഇന്ത്യയുടെ ജയയ്ക്കും നാരായണം. ഭജ നാരായണം, നാരായണം ഭജ നാരായണം. ശ്രീദേവി ടീച്ചർക്കും നാരായണം, പിന്നെ ടീച്ചറിന്റെ ടോട്ടായിലും നാരായണം. നാരായണം ഭജ നാരായണം, നാരായണം ഭജ നാരായണം. ഭരണിക്കാവ് ബ്ലോക്കിനും നാരായണം, പിന്നെ ആകാശ ചന്ദ്രികയ്ക്കും നാരായണം. നാരായണം ഭജ നാരായണം, നാരായണം ഭജ നാരായണം. കുട്ടിപ്പട്ടാളത്തിനും നാരായണം, പിന്നെ നമ്മുടെ നിഷ കുട്ടിക്കും നാരായണം. നാരായണം ഭജ നാരായണം, നാരായണം ഭജ നാരായണം. ഇനി വേറൊരാൾക്ക് ഞാൻ കൈമാറുകയാണ്. ബാക്കി പാടും. സംഗീത പാട്ടുകാരി ചിത്രയ്ക്കും നാരായണം, പിന്നെ ചിത്രയുടെ പൊന്നുമൊക്കും നാരായണം. നാരായണം ഭജ നാരായണം, നാരായണം ഭജ നാരായണം. റിട്ടയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ നാരായണം ഭജ നാരായണം, നാരായണം ഭജ നാരായണം. ഇത്രയും നേരം നമ്മളെ
കോമഡിയിൽ ചിരിപ്പിച്ച മേരിക്കും നാരായണം അമ്പാടിക്കുട്ടനും നാരായണം പിന്നെ 10ാം ക്ലാസ്സിൽ ഫുൾ ക്ലാസ് നാരായണം നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം നിശാനസീരനും നാരായണം പിന്നെ നൂറനാട് ബ്ലോക്കിനും നാരായണം നാരായണം ഭജ നാരായണം നാരായണം ഭജ നാരായണം